യേശുവിൽ പ്രിയ നിറഞ്ഞവരെ, നോൻപിൻ്റെ നൊമ്പര ഘടകമാണ് ചില മുറിച്ചുമാറ്റലുകൾ. കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായി മുറിച്ചു മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. കൂടുതൽ ഫലം കായ്ക്കുവാനായി മുറിച്ചു മാറ്റുക. എൻ്റെ ജീവിതത്തിൽ ഫലം ചൂടുവാനായി എന്നെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളെയെല്ലാം മുറിച്ചു മാറ്റാനുള്ള ദിനങ്ങളാണ് നോയമ്പിൻ്റെ ദിനങ്ങൾ. ദുശീലങ്ങളുടേതായിട്ടുള്ള ചില മേഖലകൾ എന്നിൽ നിന്ന് മുറിച്ചു മാറ്റണം. ചില അവിശുദ്ധമായ കൂട്ടുകെട്ടുകളെ ഞാൻ മുറിച്ചു മാറ്റേണ്ടി വരും. ചില തിന്മയിലേക്ക് നയിക്കുന്ന കൂട്ടായ്മകളെ ഞാൻ മുറിച്ചു മാറ്റേണ്ടി വരും. എങ്ങനെയാണ് ഇവ തിരിച്ചറിയുക? എൻ്റെ കൂട്ടുകെട്ടുകളും കൂട്ടായ്മകളൊക്കെ അത് തിന്മയിലേക്ക് നയിക്കുന്നു എന്നുള്ളതിന് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. ഒരു വ്യക്തിയുമായി ഞാൻ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുമായി സംസാരിക്കുമ്പോൾ ആരെയെങ്കിലും കുറ്റം പറഞ്ഞാണ് ഞാൻ തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കൂട്ടുകെട്ടിൽ തീർച്ചയായിട്ടും തെറ്റായ ഒരു ബന്ധനമാണ് തിരിച്ചറിയാൻ സാധിക്കും. കുറ്റപ്പെടുത്തലിൻ്റെ, വിമർശനത്തിൻ്റെ വാക്കുകളിലൂടെ ക്രിസ്തീയ വിശ്വാസത്തിനും ക്രിസ്തീയ വിശ്വാസികൾക്കുമെതിരെ വളരെ നെഗറ്റീവായിട്ടുള്ള മൈൻഡോടുകൂടി ഉള്ള മനുഷ്യരോടുള്ള സംസാരം, ഒരു പക്ഷേ എൻ്റെ അങ്ങനെയുള്ള ചില കൂട്ടുകെട്ടുകളൊക്കെ ഞാൻ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഉള്ളിൽ കടുത്ത പക കൊണ്ടു നടക്കുന്ന വ്യക്തികളുമായിട്ടുള്ള എൻ്റെ സന്ധിച്ചേരലുകൾ എൻ്റെ ഉള്ളിലെ നന്മ കെടുത്തി കളയും. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കാനുള്ള പ്രവണതയുള്ള മനുഷ്യരുമായിട്ട് ഞാൻ കൂടിച്ചേരുമ്പോൾ അവിടെയും എൻ്റെ ഉള്ളിലെ നന്മയുടെ ചെടികളൊക്കെ പിഴുതുമാറ്റപ്പെടും. അപ്പോൾ വേർതിരിച്ചറിയുക, മനസ്സിലാക്കുക, എൻ്റെ ജീവിതത്തിനെ കൃപയുടെ വഴിയിലൂടെ ചരിക്കുന്ന കൂട്ടുകെട്ടുകൾ വളർത്തുക. തിന്മയിലേക്ക് നയിക്കുന്ന, പാപത്തിലേക്ക് നയിക്കുന്ന എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളും ഞാൻ മുറിച്ചു മാറ്റുക. എൻ്റെ ജീവിതത്തിൽ നിന്നും, എൻ്റെ സ്വഭാവത്തിൽ നിന്നും, എൻ്റെ ബാഹ്യമായ റിലേഷൻഷിപ്പുകൾ, ബന്ധങ്ങളിൽ നിന്നൊക്കെ തിന്മയിലേക്ക് നയിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുള്ളതെല്ലാം തന്നെ ഞാൻ മുറിച്ചു മാറ്റിയാൽ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ വലിയ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നോയമ്പിലെ ഒരു നൊമ്പര ഘട്ടമാണ് മുറിച്ചു മാറ്റലുകൾ. മുറിച്ചു മാറ്റുമ്പോൾ അത് കുറച്ച് വേദന ഉളവാക്കുന്നതാണ്, കുറച്ച് സങ്കടം ഉളവാക്കുന്നതാണ്, അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. ഈ അസ്വസ്ഥതയും സങ്കടവും വേദനയൊക്കെ ഞാൻ മനസ്സിലാക്കിയാൽ, സ്വീകരിച്ചാൽ മാത്രമാണ് ആ മുറിച്ചു മാറ്റിക്കൊണ്ട് നന്മയുടെ, കൃപയുടെ കൂടുതൽ ഫലം കായ്ക്കുവാനായിട്ട് ഒരുക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തെ നയിക്കാൻ സാധിക്കുള്ളൂ. പ്രിയ നിറഞ്ഞവരെ, നമുക്ക് ദിവ്യകാരുണ്യ മുമ്പിൽ ഒരു നിമിഷം കണ്ണുകടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഈ നോയമ്പിൻ്റെ ദിനങ്ങളിൽ എന്നിൽ നിന്നും, എൻ്റെ സ്വഭാവത്തിൽ നിന്നും മുറിച്ചു മാറ്റേണ്ടതായിട്ടുള്ള ദുശീലങ്ങളും പാപത്തിൻ്റെ തഴക്കദോഷങ്ങളും തിന്മയുടെ സ്വാധീനങ്ങളെയൊക്കെ അങ്ങ് ശരിയായ രീതിയിൽ എനിക്ക് വ്യക്തമാക്കി തരണമേ. അവയെ മുറിച്ചു മാറ്റുവാനുള്ള ആത്മധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. ബാഹ്യമായ എൻ്റെ ബന്ധങ്ങളിൽ തിന്മയിലേക്ക് നയിക്കുന്ന, അസ്വസ്ഥതകളിലേക്ക് നയിക്കുന്ന, വിമർശനത്തിലേക്ക്, കുറ്റപ്പെടുത്തലുകളിലേക്ക് നയിക്കുന്ന അവിശുദ്ധമായ കൂട്ടുകെട്ടുകളും കൂട്ടായ്മകളിൽ നിന്നൊക്കെ അകന്നു മാറി കടുത്ത പകയും വിദ്വേഷവും വെറുപ്പും കൊണ്ട് നടക്കുന്ന മനുഷ്യരുമായിട്ടുള്ള കൂട്ടായ്മകളിൽ നിന്നൊക്കെ ഒന്ന് അകന്നു മാറി എൻ്റെ ജീവിതത്തെ പരിശുദ്ധമാക്കുവാൻ, അവർക്കൊക്കെ വേണ്ടി സഹനത്തോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ത്യാഗത്തോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും. അങ്ങനെ ഈ നോയമ്പിൻ്റെ ദിനങ്ങൾ മുറിച്ചു മാറ്റലിൻ്റെ നൊമ്പരത്താൽ കൂടുതൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന മനുഷ്യരായി, മക്കളായി മാറുവാനുള്ള കൃപയായി മാറട്ടെ. ദൂരെ കാൽവരിയിൽ സ്നേഹദീപമായി അണയാത്ത മെഴുതിരിയായി, സ്നേഹരൂപനായി സത്യദൈവമായി നിത്യ
നിത്യജീവന്റെ യേശുവേ മഹത്വം. ഹല്ലേലൂയ. Thank you, Jesus. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. ജീസസ്, പ്രൈസ് യു ജീസസ്, പ്രൈസ് ജീസസ്. യേശുവേ ലയിച്ചു ഞാൻ ദൂരെ കാൽവരിയിൽ സ്നേഹദീപമായി അണയാത്ത മെഴുതിരിയായി സ്നേഹരൂപനായി സത്യദൈവമായി നിത്യജീവന്റെ അപ്പമായി. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.